നിതീഷ്, വിഷ്ണു എന്നിവർ ഉൾപ്പെട്ട മോഷണങ്ങളുമായി ബന്ധപ്പെട്ട 2 കുറ്റപത്രം. ഇരട്ടക്കൊലപാതകങ്ങളുടെ 2 കുറ്റപത്രം. പ്രതി നിതീഷ് വയോധികയെയും യുവതിയെയും പീഡിപ്പിച്ച കേസിൽ 2 കുറ്റപത്രം. പ്രതികൾ മോഷ്ടിക്കാൻ കയറിയ വർക്ക്ഷോപ്പ് ഉടമയുടെ മകൻ ഉൾപ്പെട്ട സംഘം പ്രതികളെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ചതിന് 1 കുറ്റപത്രം. ഇങ്ങനെ 7 കുറ്റപത്രങ്ങളാണ് കോടതിയിൽ സമർപ്പിച്ചത്. കൊല്ലപ്പെട്ട വിജയന്റെ ഭാര്യ സുമയും മകൻ വിഷ്ണുവും മാപ്പുസാക്ഷിയാകും. 2016 ജൂലൈയിലാണ് നവജാത ശിശുവിന്റെ കൊലപാതകം നടന്നത്. മുഖ്യപ്രതി നിതീഷിന് കൊല്ലപ്പെട്ട വിജയന്റെ മകളിലുണ്ടായ ആൺകുട്ടിയെ ജനിച്ച് ഏതാനും ദിവസങ്ങൾക്കകമാണ് കൊലപ്പെടുത്തുന്നത്. നിതീഷാണ് കുഞ്ഞിനെ തുണികൊണ്ട് മുഖത്ത് കെട്ടി ശ്വാസം മുട്ടിച്ചു കൊന്നത്. കുഞ്ഞിനെ കാലിലും കൈയിലും പിടിച്ചത് വിജയനും മകൻ വിഷ്ണുവുമായിരുന്നുവെന്ന് കുറ്റപത്രത്തിൽ പറയുന്നു. കുഞ്ഞിനെ സാഗര ജംഗ്ഷന് സമീപമുള്ള വിജയന്റെ വീട്ടിൽ കുഴിച്ചുമൂടി. 2023 ഓഗസ്റ്റിലെ ഒരു രാത്രിയിലാണ് കാഞ്ചിയാർ കക്കാട്ടുനട നെല്ലാനിക്കൽ വിജയനെ നിതീഷ് ചുറ്റിക കൊണ്ട് തലയ്ക്കടിച്ച് കൊല്ലുന്നത്. വിജയന്റെ മൃതദേഹം കാഞ്ചിയാറിലെ വാടക വീട്ടിനുള്ളിൽ കുഴിച്ചുമൂടി. പോലീസ് നടത്തിയ പരിശോധനയിൽ മൃതദേഹം കണ്ടെത്തിയിരുന്നു. എന്നാൽ നവജാത ശിശുവിന്റെ മൃതദേഹം കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. മാതൃഭൂമി ന്യൂസ്, ഇടുക്കി.